ഹലോ ഓൾ, ഗുഡ് ഈവനിങ്. വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ്. അപ്പോൾ നിഫ്റ്റി ഇന്നൊരു ബുള്ളിഷ് മൊമെൻറ്റം തന്നിട്ടുണ്ട്. സോ നമ്മുടെ ട്രേഡേഴ്സ് എല്ലാവരും ഇന്ന് കുറച്ചധികം പേരെങ്കിലും പഴയ ലോസിൽ നിന്നൊക്കെ കുറച്ച് പേരെല്ലാം റിക്കവർ ആയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ നിഫ്റ്റിയുടെ ഒരു അനാലിസിസും ഞാൻ എൻ്റെ വാച്ച് ലിസ്റ്റിൽ വെച്ചിരിക്കുന്ന സ്ട്രോങ് ആയിട്ടുള്ള ഒരു 3-4 സ്റ്റോക്സിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഇതുവരെ ജോയിൻ ചെയ്യാത്ത ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ വീഡിയോ കാണുന്ന. അവരോടെല്ലാം ഞാൻ ആവശ്യപ്പെടുകയാണ്, ദയവായിട്ട് എല്ലാവരും നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. വളരെ ഇൻഫോർമേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ ഇടുന്നുണ്ട്. സ്വിംഗ് ട്രേഡിങ്ങിന് വരുന്ന ഓപ്പർച്യൂണിറ്റീസ് ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ മാക്സിമം നിങ്ങളുടെ സ്റ്റഡി പർപ്പസിന് വേണ്ടിയിട്ട് എൻ്റെ കൂടെ മെറ്റീരിയൽസ് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ലാത്തവർ ദയവായിട്ട് ജോയിൻ ചെയ്ത ശേഷം മാത്രം കമൻറ്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ ലിങ്ക് ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ. അപ്പോൾ ജോയിൻ ചെയ്ത ശേഷം മാത്രം വന്ന് വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പം മിസ്സായി പോകരുതല്ലോ, അതുകൊണ്ടാണ് ആദ്യമേ പറയുന്നത്. സോ അപ്പം നമുക്ക് നിഫ്റ്റിയുടെ അനാലിസിലേക്ക് പോകാം. നിഫ്റ്റി നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ അറിയാം. അപ്പോൾ നമുക്കിവിടെ ജസ്റ്റ് ഒന്ന് നോക്കുമ്പോൾ നമുക്കിവിടെ മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിഫ്റ്റി ഒരു 24,300 റേഞ്ചിൽ സപ്പോർട്ട് എടുത്തു എന്നുള്ള രീതിയിലായിരിക്കും നമ്മുടെ മൈൻഡിൽ വരുന്നത് അല്ലേ. അപ്പോൾ എൻ്റെ മൈൻഡിൽ അങ്ങനെ തന്നെ ആയിരിക്കും ആദ്യം വരിക. ബട്ട് നമുക്കൊരു ടോട്ടലി ഒരു ബെയറിഷ് സ്ട്രക്ചർ നമുക്ക് നിഫ്റ്റിയിൽ ഇപ്പോഴും ഉണ്ട്. ഈ ഒരു സപ്പോർട്ട് റേഞ്ചാണ് 24,300 ഒരു സപ്പോർട്ട് റേഞ്ചാണ്. ആ സപ്പോർട്ട് ഇന്ന് ഹോൾഡും ചെയ്തിട്ടുണ്ട്. ബട്ട് അതുകൊണ്ട് മാത്രം നിഫ്റ്റി ഒരു ബുള്ളിഷ് ആയി എന്നുള്ളൊരു ഒപ്പീനിയൻ എനിക്കില്ല നിലവിൽ. ഞാൻ സ്റ്റിൽ ബെയറിഷ് ആണ്. മറിച്ച് നിഫ്റ്റി ഏത് റേഞ്ച് ബ്രേക്ക് ചെയ്താൽ ഞാൻ നമുക്കൊരു ബുള്ളിഷ് സെൻറ്റിമെൻറ്റിലേക്ക് പോകാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു റേഞ്ചാണ് 25,260. ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്ത് അപ്സൈഡ് പോയി കഴിഞ്ഞാൽ ഞാൻ ഒരു ബുള്ളിഷ് സെറ്റപ്പിലേക്ക് മാർക്കറ്റ് പോയി എന്ന് പറയാൻ കഴിയും. അല്ലാത്ത പക്ഷം ഞാൻ നെഗറ്റീവ് സൈഡിൽ തന്നെയായിരിക്കും ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ ഞാൻ അഗ്രസീവായിട്ടുള്ള പൊസിഷൻസ് ഒന്നും വരുന്ന ഈ വീക്ക് ഞാൻ എടുക്കത്തില്ല. ജസ്റ്റ് കൺട്രോൾഡ് പൊസിഷൻസ് ആയിരിക്കും എടുക്കുക. അപ്പം ആ പൊസിഷൻസ് എല്ലാം ഞാൻ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഞാൻ എടുക്കുന്ന പൊസിഷൻസ് എല്ലാം ഞാൻ ടെലിഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയയില്ലേ ഞാൻ പറഞ്ഞ 24,260 എന്നുള്ള റേഞ്ച് ബ്രേക്ക് ചെയ്താൽ മാത്രമേ നിഫ്റ്റിയിൽ ഒരു ബുള്ളിഷ് വ്യൂ എനിക്ക് ഉള്ളൂ. അല്ലാത്ത പക്ഷം ഇതൊരു റീട്രേസ്മെൻ്റ് ആണോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ബയേഴ്സിനെ ട്രാപ്പ് ചെയ്യുന്നതാണോ എന്നുള്ള കൺഫ്യൂഷനിൽ ഞാൻ ട്രേഡ്സ് വളരെ കോൺസെൻട്രേറ്റ് ചെയ്ത് ട്രേഡ്സ് മാത്രമേ എടുക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് നിഫ്റ്റിയുടെ ആ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്യട്ടെ, 25,260 എന്നുള്ള റേഞ്ച് ബ്രേക്ക് ചെയ്യട്ടെ. എന്നിട്ട് നമുക്കൊരു അപ്സൈഡ് വ്യൂ ഭയങ്കരമായിട്ട് ബുള്ളിഷായി എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഈ ഒരു സ്ട്രക്ചർ നോക്കിയാൽ തന്നെ അറിയാം. ഒരു പാറ്റേൺ പറയുകയാണെങ്കിൽ പാറ്റേണിൻ്റെ പേരോ ഞാൻ പറയുന്നില്ല, പാറ്റേൺ പറയുകയാണെങ്കിൽ തന്നെ ബെയറിഷ് ആണ്. അപ്പോൾ ആ ഒരു പാറ്റേൺ റിപ്പീറ്റ് ചെയ്യരുതേ എന്നുള്ള പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. നമുക്ക് എന്തും സംഭവിക്കാം. അപ്പോൾ ആ ഒരു ബെയറിഷ് പാറ്റേണിലേക്ക് മാർക്കറ്റ് പോകാതിരിക്കട്ടെ. അപ്പോൾ അങ്ങനെ ഒരു ബെയറിഷ് സ്ട്രക്ചറിലേക്ക് പോകുകയാണെങ്കിൽ തന്നെ 23,800 ആയിരിക്കും ഫസ്റ്റ് സപ്പോർട്ട് റേഞ്ച് വരുന്നത്. അപ്പോൾ ആ ഒരു ഏരിയ ഹോൾഡ് ചെയ്യുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നിഫ്റ്റിയിൽ ഞാൻ എൻ്റെ ഒരു പ്യുവർ ഒപ്പീനിയൻ ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് എടുത്തു. ആൻഡ് ഐ ആം വെയിറ്റിംഗ് ഫോർ നിഫ്റ്റി ടു ക്രോസ് 25,260. എന്നാൽ മാത്രമേ ബുള്ളിഷായി എന്നുള്ള പൂർണ്ണമായ വ്യൂ എനിക്ക് ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ഞാൻ ഈ വരുന്ന ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഞാൻ ഇന്ന് ട്രേഡ് എടുത്ത കുറച്ച് സ്റ്റോക്സ് ഉണ്ട്. ആ സ്റ്റോക്സ് 3-4 സ്റ്റോക്സ് ഉണ്ട്. ഞാൻ അതിനൊന്ന് പരിചയപ്പെടുത്താം. ലെമൺ ട്രീ ഹോട്ടൽസ് ആണ് ഫസ്റ്റ് സ്റ്റോക്ക്. ലെമൺ ട്രീ ഹോട്ടൽസ് ഞാൻ ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്കാണ്. ഇപ്പോൾ നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ നെക്സ്റ്റ് ലെമൺ ട്രീ ഹോട്ടൽസ് എടുത്ത് തരാം. ലെമൺ ട്രീ ഹോട്ടൽസ് ആണെങ്കിൽ നിങ്ങൾക്കറിയാം 160 എന്നുള്ള റേഞ്ച് ബ്രേക്ക് ചെയ്ത ശേഷം അവിടുത്തെ ഒരു 5 ദിവസമായിട്ട് കൺസോൾട്ടേഷനാണ്. അപ്പോൾ ഞാൻ നിലവിൽ ഈ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ നല്ലൊരു ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്തിട്ടാണ് ഈ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നത്. ഒരു നിലവിൽ വീക്ക് അല്ലാത്തതുകൊണ്ട് ഞാൻ ഈ സ്റ്റോക്ക് നിലവിൽ ഹോൾഡ് ചെയ്യുകയാണ്. ഒരു 148 താഴെ മാത്രമേ വീക്ക് ആവുന്നതാണ് എൻ്റെ ഒരു സ്റ്റഡി പർപ്പസിന് വേണ്ടിയിട്ട് ഞാൻ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് 148 താഴെ ഇത് ട്രേഡ് ചെയ്താൽ മാത്രമേ ഇതൊരു വീക്ക്നെസ് ഇതിൽ ഉണ്ടാകത്തുള്ളൂ. അല്ലാത്ത പക്ഷം ഒരു ബുള്ളിഷ് മൊമെൻറ്റത്തിലായിരിക്കും ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. സോ ഞാൻ ഹോൾഡ് ചെയ്യുന്ന ഒരു ട്രേഡാണ് ലെമൺ ട്രീ ഹോട്ടൽസ്. അപ്പോൾ നിങ്ങൾക്കും കണ്ടിന്യൂസ്ലി ഇത് വാച്ച് ചെയ്യാവുന്നതാണ്. അടുത്ത സ്റ്റോക്ക് NSDL ആണ്, നാഷണൽ സെക്യൂരിറ്റീസ് ഡെപ്പോസിറ്ററി ലിമിറ്റഡ് എന്നുള്ളൊരു സ്റ്റോക്കാണ്. അപ്പോൾ ഞാൻ ആദ്യം കരുതിയിരുന്നത് ഒരു നല്ലൊരു പൊസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു 1,000 to 8 ഈ 1,000 റേഞ്ചിലോട്ടൊക്കെ വരുമോ എന്ന് നോക്കിയിരുന്നു. ഈ ഒരു റേഞ്ചിലൊക്കെ വന്നൊരു ബേസ് ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു അപ്സൈഡിന് നല്ലൊരു സ്റ്റോക്കായിരുന്നു. ബട്ട് മാർക്കറ്റ് ആ ഒരു ഏരിയ ഹോൾഡ് ചെയ്യുന്നുണ്ട്. 1,200 എന്നുള്ള റേഞ്ച് ഹോൾഡ് ചെയ്ത് മാർക്കറ്റ് അപ്സൈഡ് മൊമെൻറ്റം തന്നെയാണ്. അപ്പോൾ ഞാൻ എൻട്രി എടുത്തിട്ടുണ്ട്. 1,260 താഴെയാണ് ഞാൻ എൻട്രി എടുത്തിട്ടുള്ളത്. ആൻഡ് സ്റ്റോപ്പ് ലോസ് വന്നിട്ട് 1,224 ആണ് വെച്ചേക്കുന്നത്. ഞാൻ ഹയർ ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് 1,320 ആൻഡ് 1,400 റേഞ്ചോട്ടിലൊക്കെ ഈ സ്റ്റോക്ക് പോകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളും ഈ സ്റ്റോക്ക് വരുന്ന ദിവസങ്ങൾ വാച്ച് ചെയ്യുക, നിങ്ങളുടെ സ്റ്റഡി പർപ്പസിന് വേണ്ടി എടുക്കാൻ ശ്രമിക്കുക. ഞാൻ ഈ പറയുന്ന സ്റ്റോക്സ് എല്ലാം പ്യൂർലി സ്റ്റഡീസിന് വേണ്ടിയിട്ടാണ്, ഒരു റെക്കമെൻഡേഷൻ ഒന്നുമല്ല. ഞാൻ പഠിച്ച കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ്, നിങ്ങൾക്കും പഠിക്കാൻ വേണ്ടിയിട്ട്. അടുത്ത സ്റ്റോക്ക് VDയിൽ നിന്നാണ് ഈ സ്റ്റോക്ക്. അപ്പോൾ ഞാൻ വരുന്ന ദിവസങ്ങൾ ട്രേഡിന് വേണ്ടി കൺസിഡർ ചെയ്യുന്ന ഒരു സ്റ്റോക്കാണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഒരു ഓൾ ടൈം ഹൈ ബ്രേക്കൗട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു IPO സെറ്റപ്പും കൂടെയാണ് ഞാൻ നോക്കിയപ്പോഴത്തേക്കും. ആൻഡ് നിലവിൽ ഈ സ്റ്റോക്ക് നോക്കുകയാണെങ്കിൽ
214 റേഞ്ചിൽ ട്രേഡ് ചെയ്യുകയാണ്. നോക്കിയാൽ ഇപ്പോൾ ചെറിയ ലിക്വിഡിറ്റി ഇഷ്യൂസൊക്കെ ഈ സ്റ്റോക്കിലുണ്ട്. ബട്ട് ഞാൻ വാങ്ങുകയാണെങ്കിൽ തന്നെ വളരെ ചെറിയ ക്വാണ്ടിറ്റി വാങ്ങി ഹോൾഡ് ചെയ്യാനേ നോക്കത്തുള്ളൂ. ആൻഡ് എൻ്റെ സ്റ്റോപ്പ് ലോസ് വന്നിട്ട് 150ക്ക് താഴെ ആയിരിക്കും. അപ്പോൾ ചെറിയ ക്വാണ്ടിറ്റി വാങ്ങി ഞാൻ അത് ട്രയൽ ചെയ്യാൻ പറ്റുമോ നോക്കും. എൻ്റെ ടാർഗറ്റ് 299 300 റേഞ്ചിലോട്ട് പോകാമെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബേസിക്കലി ചെറിയൊരു ക്വാണ്ടിറ്റി മേ ബി ട്രൈ ചെയ്യുന്നൊരു സ്റ്റോക്കായിരിക്കും VDL സിസ്റ്റംസ്. ലിക്വിഡിറ്റി ഇഷ്യൂസ് ഉണ്ട്. സോ വളരെ ചെറിയ സ്റ്റോക്ക് ക്വാണ്ടിറ്റി മാത്രമായിരിക്കും ഞാൻ വാങ്ങാൻ ശ്രമിക്കുക. അടുത്ത സ്റ്റോക്ക് ഡൈനാമിക് കേബിൾസ് ലിമിറ്റഡ് എന്നുള്ള കമ്പനിയാണ്. അപ്പോൾ ഒരു കേബിൾസ് കമ്പനിയാണ്. ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അറിയാം 547 എന്നുള്ള റേഞ്ചിൽ നിന്ന് ഈ സ്റ്റോക്ക് താഴെ വരികയായിരുന്നു. 300 റേഞ്ചിലേക്ക് എത്തി. അവിടെ നിന്നൊരു ബ്രേക്ക് ഔട്ടിന് ശേഷം ഈ ഒരു 5-6 ദിവസമായിട്ട് മാർക്കറ്റ് മോശമായതുകൊണ്ട് തന്നെ ഒരു 430 to 400 റേഞ്ചിൽ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുകയായിരുന്നു. ഇപ്പോൾ നിലവിൽ വീണ്ടും ഒരു സപ്പോർട്ട് എടുത്ത് നിൽക്കുകയാണ്. അപ്പോൾ 418 ആയിരിക്കും. ഇപ്പോൾ ഒരു വീക്ക്ലിയാണ് ഞാൻ വച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു ഇതുണ്ടല്ലേ 390ക്ക് താഴെ ഇത് ട്രേഡ് ചെയ്തില്ലെങ്കിൽ വരുന്ന വീക്സിൽ മൊമെൻ്റ് ഉണ്ടാവാം. അപ്പം നമുക്ക് ഈ സ്റ്റോക്സിൽ പ്രതീക്ഷിക്കാം ഒരു മൊമെൻറ്റം. നിങ്ങൾ നോക്കുകയാണെങ്കിൽ 410 നിന്ന് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്ന സ്റ്റോക്ക് ഒരു അപ്സൈഡ് ഒരു ഗ്യാപ്പ് ഓപ്പണിംഗ് തന്നു. ആൻഡ് ശേഷം മാർക്കറ്റ് ആ റേഞ്ചിൽ റീടെസ്റ്റ് ചെയ്യുകയാണ് 480 എന്നുള്ള റേഞ്ചിൽ. അപ്പോൾ ഡൈനാമിക് കേബിൾസ് വരുന്ന ദിവസങ്ങളിൽ ഞാൻ വാച്ച് ചെയ്യും. നല്ല മൊമെൻറ്റം ഉണ്ടാവുമെങ്കിൽ ഞാൻ ഒരു എൻട്രി പ്ലാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഗ്രൂപ്പിൽ ഞാൻ എൻട്രി എടുത്താൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മാക്സിമം പേര് അതിൽ ജോയിൻ ചെയ്യുക. അടുത്തത് ഇപ്പോൾ ഇത്ര സ്റ്റോക്ക് തന്നെയാണ് ഞാൻ നിലവിൽ വച്ചിരിക്കുന്നത്. കാര്യം മാർക്കറ്റ് ഒരു ബുള്ളിഷ് ആണെന്ന് ഉറപ്പ് വരുത്തിയ ശേഷം കൂടുതൽ ട്രേഡ്സ് എടുക്കാമെന്നാണ്. അപ്പോൾ ഞാൻ വളരെ ചുരുങ്ങിയ വാച്ച് ലിസ്റ്റാണ് ഇപ്പം പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ മാർക്കറ്റ് ഒന്ന് അഗ്രസീവായിട്ട് പോകുന്നതിന് മുന്നേ മാർക്കറ്റ് ഒന്ന് പ്ലേ ചെയ്യട്ടെ. 25,000 എന്നുള്ളൊരു അപ്സൈഡ് മൊമെൻ്റ് ഒക്കെ കിട്ടുമോ എന്ന് നമുക്കൊന്ന് നോക്കാം. മിനിമം ഒരു 3 days എങ്കിലും അപ്സൈഡ് മൊമെൻ്റ് കണ്ടിന്യൂസ്ലി വരുവാണെങ്കിൽ നമുക്ക് പറയാം ഓക്കെ ഒരു ബയേഴ്സിൻ്റെ പ്രസൻസ് ഉണ്ടെന്ന്. അതിനുശേഷം നമുക്ക് അഗ്രസീവായിട്ടുള്ള ട്രേഡ്സ് എടുക്കാം. അപ്പോൾ നാളെ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു.